28 ഡിസംബറിൽ നടന്ന 10th പ്രിലിംസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 16.3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെയും 12.1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ത്? അപ്പൊ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണമാണ്. അതിനെ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നും പറയും. അപ്പോൾ എല്ലാ സൈഡും തുല്യമായതുകൊണ്ട് സമഭുജ ത്രികോണത്തിന്റെ 3 വശങ്ങളും 16.3 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റിന് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു സമചതുരത്തിന്റെ വശം 12.1 സെന്റിമീറ്റർ ആണ്. സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഒരു സൈഡ് 12.1 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ 4 സൈഡും കൂടെ കൂട്ടി എത്ര കിട്ടും? അതായത് അതിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? ഈ 12.1നെ നിങ്ങൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിന്റെ ചുറ്റളവ് കിട്ടും. അപ്പോൾ ഇതിന്റെ ചുറ്റളവ് 16.3 ഇൻറ്റു 3 ചെയ്യുക. സ്ക്വയറിന്റെ ചുറ്റളവ് 12.1 ഇൻറ്റു 4 ചെയ്യുക. അപ്പൊ 163നെ 3 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മുടെ ആൻസർ 489 എന്ന് കിട്ടും. ഒരു ഡെസിമൽ പോയിന്റ് ഇപ്പുറത്തിടുക. അപ്പൊ 48.9 സെന്റിമീറ്റർ ആണ് സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ്. ഇനി സ്ക്വയറിന്റെ നോക്കാം. 121 ഇൻറ്റു 4 ചെയ്യുക. അപ്പൊ 484 എന്ന് കിട്ടും. ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കുക. 48.4 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യുക. അപ്പൊ 48.9 48.4 കുറയ്ക്കുമ്പോൾ 0.5 എന്നാണ് കിട്ടുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.